പത്തനംതിട്ട മുൻ SP VG വിനോദ് കുമാറിന്റെ വാഹനം അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ കാൽനട യാത്രക്കാരനെതിരെ കേസെടുത്ത നടപടിയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് ശുപാർശ. മുൻ SP VG വിനോദ് കുമാർ, തിരുവല്ല DYSP നന്ദകുമാർ, CI സന്തോഷ് എന്നിവർക്കെതിരെയാണ് റിപ്പോർട്ട്. DIGയുടെ ശുപാർശ IG സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറി. AV ജയശങ്കർ പത്തനംതിട്ടയിൽ വിവരങ്ങളുമായിട്ട്. ജയശങ്കർ, ഇത് വലിയ വിവാദമായതാണ്. SP VG വിനോദ് കുമാറിന്റെ സ്വകാര്യ വാഹനം അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ കാൽനട യാത്രക്കാരനെതിരെ കേസെടുത്ത സംഭവം. ഇക്കാര്യത്തിലെ അന്വേഷണത്തിൽ എന്താണ് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്? ഈ അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ DGPക്ക് കൈമാറി. DIGയുടെ ശുപാർശ ഇപ്പോൾ IG സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറി എന്നാണ് അറിയുന്നത്. എന്താണ് വിശദാംശങ്ങൾ? അതായത് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി വിശദമായ റിപ്പോർട്ട് റേഞ്ച് IG കൈമാറിയത്. ഈ റിപ്പോർട്ടാണ് ഈ നടപടി ശുപാർശ സഹിതം റേഞ്ച് IG-ക്കും IG അത് സംസ്ഥാന പോലീസ് മേധാവിക്കും നിലവിൽ നൽകിയിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് തിരുവല്ല SHO-ക്കും ഒപ്പം തന്നെ തിരുവല്ല DYSP നന്ദകുമാറിനും വീഴ്ച പറ്റിയെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. തിരുവല്ല SHO, CI സന്തോഷ് ഒപ്പം തന്നെ നന്ദകുമാർ എന്നിവർക്കെതിരെ നടപടി വേണം. ഈ ആദ്യഘട്ടത്തിൽ ഈ പ്രൊബേഷൻ SI ആണ് ഇതുമായി ബന്ധപ്പെട്ട കേസെടുക്കുന്നത്. പക്ഷേ ഇദ്ദേഹം തുടക്കക്കാരനാണെന്ന പരിഗണന നൽകിക്കൊണ്ട് വാണിംഗ് നൽകി ശിക്ഷാ നടപടികൾ അവസാനിപ്പിക്കാനാണ് നിലവിൽ പോലീസിൽ ഉണ്ടായിരിക്കുന്ന ഒരു തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഉദ്യോഗസ്ഥനെതിരെ മറ്റു നടപടികൾ ഉണ്ടാകില്ല. പക്ഷേ ഈ DYSP-ക്കെതിരെയും SHO-ക്കെതിരെയും നടപടികൾ ഉണ്ടാകും. ഇവർ രണ്ടുപേരും നിർദ്ദേശം അനുസരിച്ചാണ് ഈ പ്രൊബേഷൻ SI ഇത്തരത്തിൽ വാദിയെ പ്രതിയാക്കിക്കൊണ്ടൊരു FIR ഇട്ടത് ഉൾപ്പെടെയുള്ള കണ്ടെത്തലുകളുണ്ട്. ഒപ്പം തന്നെ DYSP നന്ദകുമാറും ഒപ്പം തന്നെ SHO സന്തോഷും നൽകിയിരിക്കുന്ന മൊഴി ഈ വിനോദ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ, അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് ഇത്തരത്തിൽ FIR ഇട്ട എന്നൊരു മൊഴി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നൊരു ശുപാർശ സംസ്ഥാന പോലീസ് മേധാവിക്ക് എത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ ഇതിനെല്ലാം തന്നെ കാരണഭൂതനായ VG വിനോദ് കുമാറിനെതിരെയും സ്വാഭാവികമായി നടപടി ഉണ്ടാവും. കാരണം അദ്ദേഹം സ്വകാര്യ വാഹനത്തിൽ പോലീസ് ഡ്രൈവറെ ഉൾപ്പെടെ വെച്ചുകൊണ്ടാണ് തിരുവല്ല വഴി വാഹനത്തിലെത്തിയത്. ആ ഘട്ടത്തിലാണ് അപകടമുണ്ടായത്. അപകടമുണ്ടായതിനു ശേഷം കീഴുദ്യോഗസ്ഥരെ സ്വാധീനിച്ച് ഇത്തരത്തിൽ തെറ്റായ FIR ഉൾപ്പെടെ ഇട്ടിരിക്കുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 3 ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി വേണമെന്നൊരു ശുപാർശയാണ് നിലവിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് മുന്നിൽ എത്തിയിരിക്കുന്നു. ഇക്കാര്യത്തിൽ ഇനി സംസ്ഥാന പോലീസ് മേധാവിയായിരിക്കും ആലോചിച്ച് തുടർ തീരുമാനങ്ങൾ എടുക്കുക. ശരി, AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.